തൊട്ട് ചോദിച്ചതുമില്ല. ഒരു കാരണമില്ലാതെ തല്ലില്ലല്ലോ. അവനെ തല്ലാൻ എന്താ കാരണം? അത് പിന്നെ അവര് ചേട്ടനും അനിയനും തമ്മിൽ പലപ്പോഴും കലഹവും തല്ലും ഒക്കെ പതിവാണേ. കുറച്ച് ദിവസം കഴിയുമ്പോ അവര് ശത്രുതയൊക്കെ മറന്ന് ഒന്നിക്കാറുണ്ട്. ദയവ് ചെയ്ത് ഇതൊന്നും നിങ്ങളൊരു പ്രശ്നമാക്കി എടുക്കരുത്. ഞങ്ങള് വന്നത് ഹരിതയും മനോജനെയും വീട്ടിലേക്ക് കൊണ്ടുപോകാനാ. എനിക്ക് മക്കളെ പിരിഞ്ഞ് ജീവിക്കാൻ പറ്റില്ല. സുമലത അമ്മയ്ക്ക് അറിയാലോ, ഹരിതയെ ഞാൻ മരുമോളായിട്ടല്ല കാണുന്നത്. മനോജും ഹരിതയും എനിക്കെന്റെ സ്വന്തം മക്കളാ. ദയവ് ചെയ്ത് പിണക്കമൊക്കെ മറന്ന് അവരെ ഞങ്ങളുടെ കൂടെ അയക്കണം. ഇല്ല, വരില്ല. എന്റെ ഭർത്താവിനെ അപമാനിച്ചവരുടെ വീട്ടിലേക്ക് ഞാൻ ഇനി കാലു കുത്തില്ല. മനോജും വരില്ല. വേണ്ട, എനിക്കിനി അവിടെ ഒരു അന്ത്യ കഴിയാൻ പറ്റില്ല. പേടിയാ എനിക്ക് നിങ്ങളൊക്കെ. പേടി തോന്നുന്നത് തികച്ചും സ്വാഭാവികം. കുഞ്ഞിനെ ഗർഭത്തിലിട്ടു വകവരുത്തിയവൾ തള്ളയും കൊല്ലില്ലെന്ന് എന്താ ഉറപ്പ്? കൊന്നില്ലാന്ന് തെളിയിക്കാൻ എനിക്ക് എന്റെ മനസാക്ഷി മാത്രമേ ഉള്ളൂ. ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല. ജഗ, ഞങ്ങൾ ഇറങ്ങാം. അമ്മേ, ഞങ്ങൾ ഇറങ്ങട്ടെ. ജഗ, എനിക്ക് അല്പം സംസാരിക്കാനുണ്ട്.